Hello. Hi. And welcome to my 26th birthday vlog. Yeah. ഞാനും അമ്മ ആക്ച്വലി ചെന്നൈയിൽ വന്നു ടു സെലിബ്രേറ്റ് മൈ 26th ബർത്ത്ഡേ. അപ്പം ആക്ച്വലി അമ്മ എത്ര നാളായി ഒന്ന് ട്രാവലൊക്കെ ചെയ്തിട്ടിങ്ങനെ? കോവിഡ് തുടങ്ങിയിട്ട് പിന്നെ ആക്ച്വലി 2020 ഫെബ്രുവരിയിലല്ലേ നമ്മൾ ലാസ്റ്റ് ഒരു ഫ്ലൈറ്റ് ട്രാവൽ പോയത്. എവിടെ? കൊച്ചിയിൽ അമ്മൻ്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ അമ്മ ആക്ച്വലി 1.5 yearsന് ശേഷമാണ് ട്രാവൽ ചെയ്യുന്നത്, കമ്മിങ് ടു എ ഫാർ അവേ പ്ലേസ്. ഇടയ്ക്ക് എപ്പോഴും കൊച്ചി പോയി ഇഷാനിയുടെ കൂടെ, കാറിലാണ് പോയത്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ എനിക്ക് ചെന്നൈയിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വർക്കും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു സമയത്ത് അങ്ങ് വന്നതുകൊണ്ട് നമ്മൾ ചെന്നൈയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം, സുലു ആൻറ്റി ആൻഡ് ഹസീന ആൻറ്റി. അപ്പോൾ അവരെയൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവരെ ഈ വീഡിയോയിൽ നിറഞ്ഞ് കാണാം. അപ്പം വി ഹാവ് റീച്ച്ഡ് ചെന്നൈ ആൻഡ് നമുക്ക് പുറത്തേക്ക് പോയാലോ? So yes, welcome to my birthday vlog. So look who's waiting for me outside the airport. My Zoom car. Okay. അപ്പോൾ we are driving in Chennai. അപ്പോൾ എനിക്ക് like I told you, this is a Zoom car. എനിക്കാണെങ്കിൽ സിൻസ് നമ്മളിപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ചെന്നൈയിൽ എനിക്ക് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ടേക്ക് എ ക്യാബ് ഓർ ഡിപ്പെൻഡ് ഓൺ സംബഡീസ് വെഹിക്കിൾ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പം ഞാൻ ശരിക്കും കുറച്ച് നാൾ മുൻപൊരിക്കൽ ഇതേപോലെ ട്രാവൽ ചെയ്ത സമയത്ത് സൂം കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. കാരണം എനിക്ക് ഏറ്റവും അവരുടെ ഇഷ്ടമുള്ള ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വണ്ടി കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ കാർ അവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഇതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു ആസ്പെക്ട്, നമ്മൾ തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ വി ക്യാൻ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഓഫ് ആൻഡ് അവരുടെ ഒരാൾ അവിടെ പിക്ക് ചെയ്യാൻ വന്ന് നിൽക്കും. അപ്പോൾ ഇത് ഞാൻ മുൻപൊരിക്കൽ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യവും ഐ ചോസ് സൂം കാർ. കാരണം ഭയങ്കര കൺവീനിയൻസ് ആണ്, നല്ല വെഹിക്കിൾസ് ആണ്, നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് വേണ്ടത് അക്കോർഡിംഗ് ടു അവർ കംഫർട്ട്. പിന്നെ വളരെ വെൽ സാനിറ്റൈസ്ഡ് ആൻഡ് വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ കാർ ഒരു സർവീസിങ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂം കാർ തന്നെ എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സുലു ആൻറ്റിയുടെയും ഹസീന ആൻറ്റിയുടെയും വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ബൈ ദ വേ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇറ്റ് ഇസ് ദ 12th. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ നാളെയാണ്. എൻ്റെ ബർത്ത്ഡേ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആവുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കം, ലെറ്റ്സ് ഗോ ടു സുലു ആൻറ്റീസ് ഹൗസ്. So finally. Come on. എങ്ങോട്ടാ പോണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ റൂമൊക്കെ വന്ന് സെറ്റിലായി. സോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു ടു 3 people whom you all know very well. പക്ഷെ എന്നാലും ഐ വിൽ ഇൻട്രൊഡ്യൂസ്. ടടാ! അയ്യോ. ടടാ! ടടാ! You can self. Now you may self introduce yourself. Okay, Sulu start. Sulu. Sindhu. Hazina. We are the 3 musketeers. Yeah. You're the 3 Musketeers. That's what popularly you guys are known as. We've self-named ourselves. So നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? That's a very long story. Which I'm sure everybody knows. But still. Yeah. Okay, how many years ago did you all meet? 80. I met Sulu in 80 and I met Hazina also in 80. Yeah. But which makes you all best friends now for 41 years. Yes. But then we became close, I think, in 81 when you all Because we were in 2 schools. The same Senior school, but two buildings. Yeah. So in 81 we all came into the same senior section. Since then we've been so 40 years. Best friends. So in 41 years you guys have never had a fight? No. Why? No. How? I don't know. We've never had a fight, and no, we've never had a fight. No misunderstanding. No misunderstanding. No misunderstanding. We just agreed with one another. Yeah. So I'm going to celebrate my 26th birthday with these 3 friends who've never had a fight in 41 years. നിങ്ങൾ 3 പേരും ലാസ്റ്റ് മീറ്റ് ചെയ്തത് എപ്പോഴാ? When was the last time you guys? For her sons. My daughter. Together for daughters. Which was in 2020 before COVID. 20. When Jan. So you guys are all meeting up again. Yeah. After around 2 years. No, almost 2 years. Almost 2 years. Thanks to my 26th birthday. Yeah.
So she is celebrating her 26th birthday, not with her friends, but with her mother's friends. Yeah, like I have great best friends, but my mom just happened to have greater ones. So yes, and 26th birthday, നമ്മൾ 4 പേരും കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്തത്. So the rest of the video is going to be what fun. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ ടൈം എന്തായി? It's like 10 something. 10:30. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി we have one cake cutting when it is my birthday. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ഒരു ഏതോ ഒരു ഡ്രസ് തേച്ചോണ്ടിരിക്കുക. അപ്പൊ സുൽവാൻറ്റി is the worst person with surprises. Like she cannot. She can't keep surprises. She can't do. She just has to. അപ്പൊ സുൽവാൻറ്റി ഞാൻ എല്ലാം തേച്ച് കഴിഞ്ഞപ്പോ ഒരു പാക്കറ്റ് ആയിട്ട് വന്നിട്ട് ആക്ച്വലി ഇതിട്ടൊരാ സർപ്രൈസ് ആണോ? ഓക്കെ, അപ്പൊ ഇത് സുൽവാൻറ്റി എനിക്ക് തരുന്ന സർപ്രൈസ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഞെട്ടുവോ? ഞെട്ടിയാ മതിയായിരുന്നു. ഞെട്ടു. It's a kaftan. It's a dress. Oh, wow! Wow, this is so pretty. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് കേക്ക് കട്ടിങ്ങിന് ഇടാൻ പോകുന്നത്. Okay, I will see you guys at the cake cutting. It's 11:54. There's 6 minutes for my birthday. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ ഇവർ എന്തോ ഒരു സർപ്രൈസ് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. Rice. ഓക്കെ, കണ്ണുറക്കട്ടെ. Wait, keep closed. See the cake. Come, I'll show the cake. It's a cake which looks like me. ഈ കേക്ക് ഉണ്ടാക്കിയ ആളാണ്. Happy birthday to you. Happy birthday to you. Happy birthday, dear Ammu. Shall I blow in the candle? Happy birthday to you. Make a wish. Many more happy gatherings like this. Yeah. Cut ചെയ്യട്ടെ അപ്പൊ? Yeah. Happy birthday to me. I'm 26 years old. Yay! Come, let's give cake to her. Happy birthday. Thank you. Should I open it now? Yeah, open. So Kochili Totte Hazina auntie has been that one person who's giving gifts Yeah. to like Everybody. Yeah. And she lavishes everybody with. Yeah, I remember Kochile Hazina auntie at Velikumba, I would simply cry because I know that Karanya she'll Buy something. I'm going to open it. Did you do this decoration? Yeah. Thank you. Okay, now I'm going to open the surprise. Oh, it fits you also. Perfectly. Good. She put a ring in my hand. And you're wearing Sulu auntie തന്ന dress. Sulu auntie തന്ന birthday dress. Sulu auntie തന്ന birthday dress. Hazina auntie തന്ന ring. And now for the special surprise. Special surprise. This is the funniest surprise. ഇന്നലെ ഞാൻ നടന്നു വന്നപ്പോഴേ അമ്മ പെട്ടെന്ന് എന്തോ അടച്ചിങ്ങനെ വെച്ചു. പിന്നെ ഞാനങ്ങ് കൺവീനിയന്റ് ആയിട്ട് അഭിനയിച്ചൊക്കെ കൊടുത്തു. I roughly saw, but not the thing, but I saw the box. Actually, ഇത് കഴിഞ്ഞ കുറേ നാളായിട്ട് this is something I wanted to buy and she knew it. So
ഐ ഹാഡ് എ ഫീലിംഗ് അമ്മ എനിക്ക് ഇതാണ് വാങ്ങിത്തരാൻ പോകുന്നതെന്ന്. പക്ഷേ കാരണം യൂഷ്വലി ഷീൽ ഓൾവേസ് ഗിഫ്റ്റ് മീ ദാറ്റ് വൺ തിങ് വിച്ച് ഐ want and she'll be the only person who actually knows that. Ipo vera arkum angana ariyillarikkum what is that one thing which I want at that point, which is why she's my mother. Birthday gifts of the night, this and this dress, but these are actually small gifts compared to the real gifts of my life, which happen to be ഇതൊന്നും ഒന്നും അല്ല. Thank you, cute girl. Mention that. Hansika, 1 second. നീ എന്താ ഇട്ടേക്കുന്നെ? Your dress. ഞാനാ വീട്ടിന്നിറങ്ങാൻ. Bindu, ഞാൻ അമ്മ ഇറങ്ങിയാൻ റെഡി. അപ്പൊ ഹൻസു പറഞ്ഞോളെ എന്റെ ഗിഫ്റ്റ് എവിടെ? എടുക്ക്, സാധനം എടുക്ക്. അങ്ങനെ വെറുതെ വിടില്ല ഞാൻ. Happy birthday. Hello. Happy birthday. Good morning. Happy birthday to me. Happy birthday to me. Happy birthday to me. ഇന്ന് രാവിലെ ഫോണിൽ ഇറ്റ് ഷോഡ് ഡേറ്റ് കാണിക്കുമല്ലോ, 13th October എന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. തന്നെ അയ്യോ, ആൻഡ് ഐ ടുക്ക് എ സ്ക്രീൻഷോട്ട്. സോ വിചാരിച്ച പോലെ സൺറൈസിന് വന്നില്ല. ബിക്കോസ് നമ്മൾ ഉറങ്ങിയപ്പോൾ തന്നെ 2 മണി. ഞാൻ ഉറങ്ങിയപ്പോൾ 2 മണിയായി. അമ്മയും ഇവർ രണ്ടുപേരും ഉറങ്ങിയപ്പോൾ ഐ ഡോണ്ട് ഈവൻ നോ വെൻ ദേ സ്ലെപ്റ്റ്. സോ നാച്ചുറലി ഒരു 5:30 എണീക്കുന്നത് വാസ് നോട്ട് പ്രാക്ടിക്കൽ. ബട്ട് ഞാൻ എൻ്റെ സ്ഥിരം 9 മണിക്കൂർ ഉറക്കമൊക്കെ മറന്നിട്ട് 5 മണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ 7:45 എണീറ്റു. സൺറൈസോ പോയി. ബീച്ചിൽ സണ്ണെങ്കിലും കാണാമെന്ന് വെച്ചു. ഇവിടെ സൺ അതോ. അപ്പോൾ നമ്മൾ വെറുതെ വന്നു. സോ ഹസീന ആൻറ്റി ഈസ് ക്വൈറ്റ് ക്യൂട്ട്. ആളീ നല്ല വെയിലുണ്ട്. അതിൽ ബീച്ചിൽ പോയി കാല് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയത് പ്രമാണിച്ച് നമ്മൾ സാധാരണ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന്. നമുക്ക് കാല് നനയ്ക്കാം. Finished breakfast and 3 people fell into a pool accidentally. തട്ടി പറഞ്ഞു വീണു. സോ ഞാൻ എന്താണ് പൂളിൽ ഇറങ്ങാത്തത്? യു ഗൈസ് എൻജോയ്, ഐ വിൽ കം. ഞാൻ എന്താണ് പൂളിൽ ഇപ്പോൾ ഇറങ്ങാത്തതെന്ന് വെച്ചാൽ ഇറ്റ്സ് 11 o'clock. ഓ മൈ ഗോഡ്. സോ I made something, as in I directed a music video called തോന്നൽ. അപ്പം തോന്നലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 11 മണിക്ക് ഇറങ്ങും. ആൻഡ് ഇറ്റ്സ് 10:59 if you can see. So we are going to release the first look poster of Tonal, which has been something I've been working on for so long now. Oh my god, I'm very excited. 11 മണി ആവുമ്പോഴേക്കും ഞാൻ ഇടും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ can you see it? 11. It's 11 o'clock. നമുക്ക് പോസ്റ്റർ ഷെയർ ചെയ്യാം. ഓക്കെ, പേടിയാവണോ? ക്യാപ്ഷനൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യട്ടെ. എന്താ ഓക്കെ, എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ പടപടാന്ന് അടിക്കണു. ഓക്കെ, യു ഗൈസ് ആർ സീയിങ് ആസ് ഐ ആം ഷെയറിങ് ഇറ്റ്. എനിക്ക് പേടിയാവുന്നു. ഇത്രയും നാൾ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നൗ സംബഡി എൽസ് ഈസ് ഗോയിങ് ടു സീ ഇറ്റ്. ഞാൻ മാത്രമല്ല, ഐ മീൻ മൈ ടീം. ഓക്കെ, ഐ എം ഷെയറിങ് ഇറ്റ്. ഷെയർ. ഇറ്റ്സ് ദെയർ. ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ പോസ്റ്ററൊക്കെ ഇറങ്ങി. ആൻഡ് ദെൻ ദ റെസ്പോൺസ് ഇസ് വെരി ക്യൂട്ട് ആൻഡ് നൈസ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് മഹാബലിപുരത്ത് ഒരു റിസോർട്ടിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മൂൺ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്.
കിഡു ഫുഡാണ്. കിഡു ഫുഡ് എന്ന് വെച്ചാൽ കൊഞ്ചും കണവയും മീനും ഒക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് റിയ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ എനിക്ക് മഹാബലിപുരം വരെ വന്നാൽ ഐ ഹാവ് ടു കം ടു മൂൺട്രി ബിക്കോസ് ഇറ്റ്സ് ഹോളി ഫുഡ്. എനിക്ക് തന്നെ എൻ്റെ കൊഞ്ചിനോടുള്ള ഇതറിയാമല്ലോ. അപ്പോൾ വി കം ടു ഹാവ് ലഞ്ച് അറ്റ് മൂൺട്രി. What's the joke? Are you the joke? Oh God. വയറൊക്കെ ഫുള്ളായി and then we are standing in front of this beautiful pool. And it seems it's the biggest in South Asia. This largest pool in South Asia. പക്ഷേ കോവിഡ് കാരണം ക്ലോസ്ഡ് അതുകൊണ്ട് കാണാൻ മാത്രമേ പറ്റൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾ മൂന്നുപേരോടും ഐ എം ഗോയിങ് ടു ആസ്ക് യു ക്വസ്റ്റ്യൻസ് ലൈക്ക് 5-6 questions about myself. Let's see who will answer correctly. She will answer because she is an encyclopedia on Ammu. No, I might Anyway, we'll try. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ആസ്ക് വെരി സില്ലി ക്വിക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആദ്യം പറയുന്ന ആള് ജയിക്കും. യു ഷുഡ് ജസ്റ്റ് ഷൗട്ട് ഔട്ട് ദി ആൻസർ. മെക്സിക്കൻ cuisine-ലുള്ള ഒരു ഡെസേർട്ട് ഐറ്റം ദാറ്റ് ഐ ലൈക്ക്. Mexican bun, papa roti. I didn't even know that Papa Roti was from Mexico. എനിക്കും അറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ സുലുവാൻറ്റി പറഞ്ഞില്ലേ? I only know that. Yeah, see, that is not fair. 1 point. Second question. ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത കോഴ്സ് ഏതാണ്? Should I say visual communication? Yeah, because that is what I did. And Sulu is the one who went and got the application form. I'm thinking about the one you did in Ahmedabad. And that I don't know. This I knew. I was like thinking my brain. Okay, 1. Third question. I'm the loser here. Third question. For me. You answer this. What is my height? 5'4". No, we are 5'4", I think. 5. We are Hello? You guys are 5'4". You're 5'6.5". Yeah, that's right. അപ്പോൾ അമ്മ 2 point ആയി. Next question. Okay, കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരിയഡിൽ there was one Spanish dessert which I ate for the first time and I was obsessing over it on my Instagram stories. Which is that? Spanish dessert. കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഇടാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. Rose milk cake. അതിന് Trellesh cake. Trellesh cake. നമ്മൾ പാവങ്ങൾ ഡ്രസ് വെച്ചാണ് പറയുന്നത്. What do you call it? Trellesh. Trellesh. 3 milk. Oh, Trellesh. Trellesh cake. ഞാൻ പറയുന്ന മറ്റേ റോസാപ്പൂ. Okay, Sulu also get a point. I want to ask something in which you can get a point. I don't Okay, think okay. Okay, fine, let's see. Many years ago, you bought me a very expensive one anarkali. Okay. Which brand was it? Biba. No, but the designer was Rohit Bal. Correct. Yeah. Correct. Finally. ഇതിനെക്കാട്ടിലും I could have asked her her house address. What is her house address? That time I asked. So 1, 2, 3, 4, 1 point. Okay. ഞാൻ ഇനി ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ടെൻഷൻ ആയില്ലേ? We can see. നമ്മുടെ പ്രശ്നം എന്താണെന്നാ? We are happy if the other person wins. Yeah. That's all. Yeah. Whoever wins, we are happy. Because we share the price. Oh my God. Wow. It was really nice. That was very nice. അത് കൊള്ളാം. ഇത് Okay. The last and final tie-breaker question. ഇന്നത്തെ ഡേറ്റ് എന്താ?
12th October. അപ്പോൾ നമ്മൾ മറ്റേ ഗെയിമൊക്കെ കളിച്ചിട്ട് റൂമിൽ വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4:30 ആയി. അപ്പം ഞാൻ ആക്ച്വലി ഐ എം ഗോയിങ് ടു ഡു ആൻ ഇൻസ്റ്റഗ്രാം ലൈവ്. കാരണം ലോഡ് ഓഫ് പീപ്പിൾ ഹാവ് ലൈക്ക് ബിൻ വിഷിങ് മീ ആൻഡ് മെസ്സേജിങ് മീ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ. എനിക്കാണെങ്കിൽ നേരെ ആർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കത് ഭയങ്കര OCD ആണ്. ഇഫ് ഐ ഡോണ്ട് റിപ്ലൈ ടു പീപ്പിളിനോ എനിക്ക് മറ്റേ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ടു ഡു എൻ ഇൻസ്റ്റഗ്രാം ലൈവ് സോ ഐ കൻ സ്പീക്ക് ടു എവരിബഡി, സേ താങ്ക് യു ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. Let me go do that. Yay, we are finally going to the beach. നമുക്ക് രാവിലെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ it didn't happen properly like before sunrise. But so now we're off to the beach. मुझको भी है पता हो रहा है जुदा दोनों का रास्ता, दूर जाके भी मुझसे तुम मेरी यादों में रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. We came for dinner. Oh my god. Look at this beautiful table that they set for us. This Sulu auntyയുടെ plan ആണ് അല്ലേ? Okay, so we finished dinner. So the hotel staff very very sweetly gave us one more cake. We're having cake after cake, so that's like her third cake. So here's how I spent the last few minutes of my birthday. Okay, so there's one more minute left, and yes, 12 o'clock. My birthday is over. It's October 14th. I was just sitting here. Ammയും Sulu auntyയും Hasina auntyയും ഒക്കെ അകത്ത് they're sitting there and talking. So I was just sitting here in silence. ഇങ്ങനെ കാലൊക്കെ സ്വിമ്മിംഗ് പൂളിലിട്ട് I was just dipping my feet in water and I was just basically, thinking of the whole day, just calming down, feeling relaxed and all of that. So yes, my 26th birthday has officially come to an end. What can I say? എങ്ങനെ ഉണ്ടായിരുന്നു? You tell me. നിങ്ങൾ ഫുൾ കണ്ടതല്ലേ? You tell me, how was my day? It was such a happy birthday. Like most of my birthdays. എനിക്ക് കുറച്ച് നാളായിട്ട് most of my birthdays have been good. But this birthday, especially ഭയങ്കര, I was so happy. It was such a happy birthday. I understand a primary reason for it എന്തായിരിക്കും എന്ന് വെച്ചാൽ, അതായത് so you guys know my mom. She takes a lot of effort to make me happy, and my happiness
means the world to her, and you know, in എൻ്റെ ബർത്ത്ഡേക്ക് she'll do so many things, okay, to make me happy. And today I spent my birthday, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, with my mom and her two best friends. So Sulu auntie and Hasina auntie are also just like my mother, you know, അമ്മ എങ്ങനെയാണോ അതേപോലെയാണ്. So they're just like mothers to me. So അവർ രണ്ടുപേരും, they're two people, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് my happiness means so much to them. അവർ രണ്ടുപേരും, even till date, they also do so many things just to see me smile, you know, just for the smile they do so many things. So this year for my 26th birthday, I was so blessed that I was being pampered by 3 mothers, by 3 people who go out of their way to just see me smile. It's a blessing. It's nothing short of a blessing. Touch wood. It was, I think, the best decision choosing birthday ഇവർ 3 പേരായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, because right from yesterday midnight or little before that itself, ഓരോ കാര്യം ചെയ്യുമ്പോഴും ദേ ലൈക്ക് അമ്മുൻ്റെ അങ്ങനെ ചെയ്യാം, അമ്മുന് ഇങ്ങനെ ചെയ്യാം, അമ്മുന് അങ്ങനെ ചെയ്യാം. I mean, like, life is all about moments, and I think just before you know, leave this world or earth, the only thing that probably will be crossing your mind will be moments, a string of moments that you've had in your life. And you know, at that moment, I'm sure those are the things that will feel like the most priceless things in your life. And എനിക്കിത് പണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഐ ബിലീവ് ഇൻ ദീസ് മൊമെൻറ്റ്സ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി എഫേർട്ട് എടുക്കാറുണ്ട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, ഹാപ്പി എക്സ്പീരിയൻസസ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പം അത് നല്ലപോലെയുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് യെസ്, പിന്നെ തോന്നലിൻ്റെ പോസ്റ്റർ ഇറങ്ങി, ആൻഡ് സോ മച്ച് ലവ്, ലൈക്ക് സോ മച്ച് ലവ്. ഡിഡ് യു ഗൈസ് ലൈക്ക് ദ പോസ്റ്റർ? താങ്ക് യു. സോ മച്ച് ലവ്. എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. I just want to tell you all a very big thank you for making this day so happy. And of course, I want to thank the universe for making sure that everything fell in place. കാരണം നമ്മൾ പല പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ what happens eventually becomes the plan. അപ്പം the universe was kind, and നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്ലാൻസും it fell in place. So I'm very thankful to the universe for that. And ഈ എൻ്റെ 26th ബർത്ത്ഡേക്ക് ഞാൻ a conscious decision which I'm going to make is to slow down. ഞാൻ ഭയങ്കര ഒരു സ്ലോ ലൈഫിൻ്റെ ഫാനാണ് യൂഷ്വലി. എനിക്ക് ഫാസ്റ്റ് ലൈഫിനെക്കാട്ടിലും എനിക്ക് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചുറ്റിനും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഓർക്കണം. I don't want it all to feel like a blur, you know. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് തിരിഞ്ഞു പോകുമ്പോൾ അതെല്ലാം ഒരു മിന്നായം പോലെ പോയി എന്ന് എനിക്ക് തോന്നരുത്. I want to feel every moment. I want to remember everything. ഞാനൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സമയമെടുത്ത് സംസാരിക്കണം. I want to remember everything. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് I'm just, you know, wetting my legs in water. I want to remember this moment for as long as I can. അപ്പോൾ എൻ്റെ 26ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്ത ഒരു കോൺഷ്യസ് ഡിസിഷനാണ് to slow down, to acknowledge every moment, each and every moment in my life, because I want to see every moment, I want to feel every moment. ഞാൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യവും സിറ്റുവേഷനും മൊമെൻറ്റും ഒക്കെ എനിക്ക് കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് എനിക്കത് എൻ്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്യണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലൈഫ് ഇസ് നത്തിങ് ബട്ട് എ സ്ട്രിങ് ഓഫ് മൊമെൻറ്റ്സ്. സോ യെസ്, അത്രയേ ഉള്ളൂ. ഹാപ്പി 26th ബർത്ത്ഡേ ടു മീ. And thank you, universe, for giving me a very happy birthday.
So yes, that's all. I hope you all enjoyed being a part of my 26th birthday. So thank you all for all the love. If you like this video, I don't know if ഞാൻ നിങ്ങളോട് slow down in life എന്ന് പറയണമെന്ന്, because it's a personal choice. If you like this video, sing happy birthday to me. Sing. കേൾക്കട്ടെ. Thank you. Bye. Toodles.